നമസ്കാരം. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ന്യൂസ് കണ്ടൊരു കാര്യം, ഫേസ്ബുക്കിൽ കൂടെ ഒരാഴ്ച പരിചയമുള്ള ഒരു വ്യക്തിയെ കാണാൻ പോയൊരു സ്ത്രീയെ ആ വ്യക്തി കൊന്ന് ഒരു ഫാമിൽ കുഴിച്ചിട്ടു എന്നാണ്. ഇയാളെ കാണാനായിട്ട് ഈ സ്ത്രീ ഫാമിലാണ് പോയത്. 2 മക്കളും ഒരു ഭർത്താവൊക്കെ ഉള്ള സ്ത്രീയാണ്. ഞാൻ പറഞ്ഞേ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും പല പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. ആരെ കാണണം, ആരെ കാണണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അല്ല അറിവൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നിങ്ങളെടുക്കുന്ന ഒരു തെറ്റായൊരു ധാരണ, നിങ്ങളുടെ കുടുംബത്തെ മറന്ന്, കുടുംബമുള്ളവരോടാണ് ഞാൻ ഈ പറഞ്ഞിട്ട്, കുടുംബം ഇല്ലാതെ വെറും തടിയായിട്ട് ജീവിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തെ മറന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം അതിൻ്റെ ഭവിഷ്യത്തുകൾ. ആരെയും പോയി കാണാം, എവിടെ വേണമെങ്കിലും കാണാം. പക്ഷേ എവിടെ വെച്ച് കാണുന്നു അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം വരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവം, കോളേജിൽ പഠിക്കുന്നൊരു ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. അതും ഒരാഴ്ച സമയത്തെ പരിചയം കണ്ടേ ഉള്ളൂ. ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുകയും ഏതാണ്ടൊക്കെയോ പ്രശ്നം വരികയും ആ ചെറുക്കൻ എനിക്കൊന്ന് ഡ്രഗ്സൊക്കെ അടിക്കുന്ന പയ്യനാന്ന് തോന്നുന്നു, അവൻ തോക്കെടുത്ത് ഈ കൊച്ചിനെ വെടിവെച്ച് കൊന്നു. പോലീസ് കേസൊക്കെ ആയി. കുറേ നാൾക്ക് മുമ്പ് ന്യൂസിൽ വന്നൊരു സംഭവമാണ് ഇത്. തന്നെ ഇതേപോലെ സംഭവമാണ് ഈ സ്ത്രീയിൽ സംഭവിച്ചത്. അതായത് ഒരാഴ്ച പരിചയമുള്ള ഫേസ്ബുക്കിലെ വ്യക്തിയെ പോയി കാണാൻ ഒരു ഫാമിൽ പോവുകയും അവർ തമ്മിൽ സംസാരത്തിനിടയിൽ എന്തോ വാക്തർക്കമാകുകയും ഇയാളെ കൊന്ന് വേറൊരു ഫാമിൽ കൊണ്ട് കുഴിച്ചിടുകയും ചെയ്തു. ഈ 2 സംഭവത്തിലും കോമൺ ആയിട്ട് സംഭവിച്ചൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ പോയ വിവരം വീട്ടുകാരോ അല്ലെ ആ പെൺകുട്ടി പോയ വിവരം അവിടെ വീട്ടുകാരോ അറിഞ്ഞിട്ടില്ല. ഈ ചെറുക്കനെ കാണാൻ പോയ അല്ലെ ഈ മറ്റേ ആളെ കാണാൻ പോയ കാര്യം പറഞ്ഞില്ല. കാരണം ഇവർ മറച്ചു വെച്ചിട്ടാണ് പോകുന്നത്. മറച്ചു വെച്ചിട്ട് പോകുന്നതിനുള്ള ഗുണം എന്താ? നമ്മളിപ്പം വിചാരിക്കും, ചില ആൾക്കാർ ഇതിപ്പോൾ പറയാൻ വിചാരിക്കും, നിനക്കൊക്കെ തന്ത വൈവാണ്, അല്ലെങ്കിൽ പിള്ളേരുടെ ന്യൂജൻ പിള്ളേരിങ്ങനെയാണ്, നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് പോകാം, ഒക്കെ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോകുന്ന സ്ഥലം, ആദ്യത്തെ സംഭവം ഞാൻ പറയുന്ന സംഭവം, ഞാനൊരു ഫാമിലിപ്പെട്ടൊരു സ്ത്രീയാണ്, കുഞ്ഞുങ്ങളെ ഭർത്താവൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. മറ്റേത് കോളേജിൽ പഠിക്കുന്ന കുഞ്ഞ് തന്നെ പോയതാണ്. അവൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കൊച്ചു പോയി അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുണ്ടോ? ഒരു പക്ഷേ എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ലായിരിക്കാം. മോശപ്പെട്ട രീതിയിൽ അവൻ പെരുമാറി കാണും, അവൻ ചില ഡ്രഗ്സിന് അഡിക്റ്റ് ആയി ഉള്ള വ്യക്തിയായിരിക്കാം. അല്ല, ആ സമയത്ത് സംഭവിച്ചു, ആ കൊച്ചിൻ്റെ ജീവിതം പോയി. പറഞ്ഞിട്ട് എന്തോ എന്തെങ്കിലും ലാഭമുണ്ടോ? വീട്ടുകാർക്ക് പോയി, 2 വീട്ടുകാർക്ക് പോയി. നമ്മളിപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ തന്തവേ വന്ന് പറയുന്നതിനാലും നിങ്ങളെടുക്കുന്ന ചില ഡിസിഷൻസ് വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല.